ഹായ് ഹലോ നമസ്കാരം, ഞാൻ സായി പൗർണമി, ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം പ്രസ് ക്ലബിലെ സ്റ്റുഡൻ്റ് ആണ്. സോ ഞാനിപ്പോൾ കലാഭവൻ തിയേറ്ററിൽ സിറിൽ എബ്രഹാം ഡെന്നിസ് സംവിധാനം ചെയ്ത വാട്ട് ഈസ് ഈ സോംബി എന്ന മൂവി കണ്ടിറങ്ങിയതേ ഉള്ളൂ. സോ ഈ മൂവിയുടെ റിവ്യൂസ് ഒന്ന് നമുക്ക് അന്വേഷിക്കാം അല്ലേ? കം ലെറ്റ്സ് സീ. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈസ് ഓൾസോ എ സ്ക്രീൻ റൈറ്റർ, ഹിസ് നെയിം ഇസ് ഗണേഷ്. ഈ മൂവിയുടെ ഒരു ചെറിയ റിവ്യൂ പറയാനായിട്ട് നിൽക്കുകയാണ്. സോ ഹായ്, എങ്ങനെയുണ്ട് ഈ സിനിമ കണ്ടിട്ട്? ഹായ്, സിനിമ ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു. ഒരു കഴിഞ്ഞ ദിവസം ആപ്പിൾ ചെടികൾ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൻ്റെ സെയിം ലൈനായിരിക്കും, അതിൻ്റെ സെയിം സിമിലർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. ഞാൻ പ്രതീക്ഷിച്ച അത്ര ഇല്ലായിരുന്നു, പക്ഷേ ഒരുവിധം പടം ഉദ്ദേശിച്ചതും പടത്തിൻ്റെ സ്റ്റാർട്ട് പ്ലോട്ട് എങ്ങനെ തുടങ്ങിയോ അതിൻ്റെ ലേ ഓഫൊക്കെ നല്ലതായിരുന്നു, അത്രേ തോന്നിയിട്ടുള്ളൂ. പിന്നെ മേക്കിംഗ് ഒക്കെ നൈസായിരുന്നു, മ്യൂസിക്കും കുറേ സിംഗിൾ ടേക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി. ആക്ടറായിട്ട് അഭിനയിച്ച അബ്ദുൾ ആണെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ പേര്, ആ ചേട്ടനും നല്ല ക്ലിയറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ പ്രതീക്ഷിച്ചു. ഐ മീൻ എൻ്റെ തെറ്റാണ്, അത് എല്ലാവർക്കും പറ്റുമെന്ന് പറഞ്ഞാൽ, ബട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ആ പ്രതീക്ഷ അത്രയും മീറ്റ് ചെയ്തില്ല പടം, അത്രേ ഉള്ളൂ. സിംഗിൾ ടേക്സ്, ലോങ് ഷോട്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അല്ലാണ്ട് ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ എഡിറ്റിംഗ്, ഡിസോൾവ് കട്ട്സ് കൂടുതലുണ്ടായിരുന്നു, എനിക്ക് ഡിസോൾവ് കട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഡിസൊല്യൂഷൻ കട്ട്സ്, ആ മിഡ് ടു ലോങ് ഷോട്ട്, ആ സാധനം ഡിസൊല്യൂഷൻ കുറേ വെച്ചിട്ടുണ്ട്, അതും നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് മ്യൂസിക് ഭയങ്കര റെട്രോ വൈബ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിലിമിൻ്റെ ആ ഒരു ഫിലിം സ്റ്റാർട്ടിങ്ങിൽ, പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫിലിമിൻ്റെ ഒരു എഫക്റ്റ് പോലൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഫിലിമാണോ എന്നറിയില്ല, ബട്ട് ഫിലിമിൻ്റെ ഒരു എഫക്റ്റ് വന്നായിരുന്നു. ബട്ട് പ്ലസ് ദാറ്റ് റെട്രോ മ്യൂസിക് ഓൾസോ മെയ്ഡ് മീ കണക്ട് മോർ ടു ദ മൂവി ദാൻ ഐ എക്സ്പെക്റ്റഡ്. സോ IFFK എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? നാലാമത്തെ വർഷം. സോ 29th എഡിഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് എന്തൊക്കെ ട്രാൻസിഷനാണ് അനുഭവപ്പെടുന്നത്? ഫിലിംസിലാണെങ്കിൽ ഫിലിംസിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് കാണുമ്പോഴൊക്കെ മാക്സിമം ഈ അവാർഡ് പടം എന്ന് എല്ലാവരും പറഞ്ഞ പോലെ ആ ഒരു സെറ്റ് ഓഫ് സിനിമകൾ മാത്രമേ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവണമെന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പുള്ള സിനിമകളില്ലായിരുന്നു മുമ്പൊക്കെ. ബട്ട് കഴിയുമ്പം അങ്ങനത്തെ കുറേ സിനിമ ലൈക്ക് മെയിൻ സ്ട്രീം ആയിട്ടുള്ള കുറേ സിനിമ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സ്റ്റോളൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അത് പക്ക ഒരു മെയിൻ സ്ട്രീം സിനിമയാണ്. സോ ആ ടൈപ്പ് ഓഫ് സിനിമകൾ കൂടുതൽ വന്നിട്ടുണ്ട്. സോ ആ ഒരു ചേഞ്ച് കണ്ടിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഈ ഓർഗനൈസേഷൻ കുറേ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട്. കലാഭവനിൽ ഇപ്പോഴത് മോശമാണ്, ബട്ട് ബാക്കിയെല്ലാ തിയേറ്ററിലെ ഓർഗനൈസിങ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ആപ്ലിക്കേഷനും വെബ്സൈറ്റും കുറച്ചുകൂടെ ഇൻക്രീസ് ആയിരുന്നു. ബട്ട് പടത്തിൻ്റെ ക്വാളിറ്റി അവർ വർഷം കഴിയുന്തോറും കൂട്ടി വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. Okay, thank you so much for your valuable review. Okay, thank you.